നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്തേ ശ്രീലപ്പനെ. നമസ്തേ നമസ്തേ രാജേഷ്. ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് തിരുവനന്തപുരം നഗരസഭയിലെ കൃത്യമായ ചടുലമായ നീക്കങ്ങൾ കഴിഞ്ഞ ദിവസം വിശകലനം ചെയ്തിരുന്നു അല്ലെ? പറഞ്ഞതുപോലെ അതെ അതെ അച്ചട്ടാകുകയും ചെയ്തു. നമ്മൾ ജ്യോതിഷികളൊന്നുമല്ല, പക്ഷെ അവിടെ നിന്നൊരു കൃത്യമായിട്ട് ലോ പോയിന്റ്സ് കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ സുഗതന്റെ അയോഗ്യത അത് മറ്റേ വെള്ളത്തിലിട്ട് ഐസ് കെട്ട പോലെ അങ്ങ് അലിഞ്ഞുപോയി. അതെ ശരിക്കും ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നില്ലേ കഴിഞ്ഞ ദിവസം അവിടെ നടന്നത് അല്ലെ? തീർച്ചയായിട്ടും വി തീർച്ചയായിട്ടും വി രാജേഷിന് വീണ്ടും അഭിമാനിക്കാം. ഒരു സൈലന്റ് കില്ലർ എന്ന് വേണമെങ്കിൽ നമ്മുടെ മേയർ വി വി രാജേഷ് നമുക്ക് വിളിക്കാം അല്ലേ? അതിന്റെ തീർച്ചയായിട്ടും ഒരു തലേദിവസമാണ് നിറപുത്തരിക്ക് പത്മനാഭസ്വാമി അദ്ദേഹം വാക്ക് കൊടുത്തിരുന്നു. പുത്തരി കണ്ടത്ത് ഇത്തവണ ഞങ്ങൾ നെല്ല് വിതയ്ക്കും, അത് കൊയ്യും, ആചാരപ്രകാരം മേയർ തന്നെ തലയിൽ ചുമന്ന് അത് കിഴക്കേ നടയിലേക്ക് എത്തിക്കും ഭഗവാന്റെ. അങ്ങനെ വി മുരളീധരൻ അത് ഉദ്ഘാടനം ചെയ്തു. കെ മുരളീധരൻ മന്ത്രി, ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ കറ്റ ചുമന്ന് മേയർ അവിടെ എത്തിച്ചു. അതിനുശേഷമാണ് അതിന്റെ ഊർജവും ഉൾക്കൊണ്ടുകൊണ്ടാണ് നഗരസഭയിലെ ഈ വിഷയം ഡീൽ ചെയ്യാൻ ഇറങ്ങിയത്. പക്ഷേ വി വി രാജേഷ് തൊടുന്നതെല്ലാം പൊന്നാകുകയാണ് അല്ലേ? തീർച്ചയായിട്ടും വി വി രാജേഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ സത്യത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ്, അതും ഏറ്റവും പക്വതയോടെ കൂടി പെരുമാറുന്നു. കൗൺസിലിനെ, കോർപ്പറേഷനെ മുന്നോട്ട് നയിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ വലിയ മതിപ്പുണ്ടാക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ഏതാണ്ട് ആ വോട്ടെടുപ്പ് സമയം വരെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വലിയ പ്രതീക്ഷയായിരുന്നു. ഒരുപക്ഷെ കൗണ്ടുകടവിലെ സുധീഷ് അടക്കമുള്ളവർ അവിടെ നൽകിയത് ഒരു മാസ്റ്റർ സ്ട്രോക്ക് തന്നെയാണ്. ഇന്നലത്തെ ഏറ്റവും വലിയ താരം സത്യത്തിൽ സുധീഷാണ്. സുധീഷ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും മനസ്സ് തുറന്നിരുന്നില്ല, ആരോടൊപ്പമാണെന്ന് പറഞ്ഞിരുന്നില്ല. ഇപ്പോഴും സുധീഷ് BJP-യോടൊപ്പമാണ് എന്ന് പറഞ്ഞിട്ടുമില്ല. സുധീഷ് ഇന്നലെ വോട്ട് ചെയ്തത് അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ കൂടെയുള്ള സഹ കൗൺസിലറാണ്, ഭൂരിപക്ഷം കിട്ടിയത് BJP-ക്കാണ്. അവരെ താഴെ ഇറക്കാൻ നിങ്ങൾ ശ്രമിക്കാതെ നിങ്ങൾ ഇവിടെ നല്ല കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കൂ. എനിക്ക് എന്റെ വാർഡിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ BJP-ക്ക് അല്ലെങ്കിൽ BJP-ക്ക് എന്ന് പറയുന്നില്ല, സുഗതനെ സപ്പോർട്ട് ചെയ്തത്. സുഗതൻ കൂടി ഈ കൗൺസിൽ ഉണ്ടാകണം, അയാൾക്ക് അവധി അനുവദിക്കേണ്ടതുണ്ട് എന്ന് സുധീഷ് പറയുമ്പോൾ, അപ്പൊ സുധീഷിനെ വളരെ മോശം രീതിയിലൊക്കെ ചിത്രീകരിക്കാനും UDF സ്വതന്ത്രനല്ലേ, പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ എന്നു മുതലാണ് സുധീഷ് UDF സ്വതന്ത്രനായി മാറിയത്? ഒരാൾ റിബലായി മത്സരിച്ച്, അതായത് റിബലായി മത്സരിച്ച് ജയിച്ച ആളാണ് സുധീഷ്. പക്ഷേ സുധീഷിനെ UDF സ്വതന്ത്രനാക്കി മാറ്റാൻ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരങ്ങ് ശ്രമിക്കുകയാണ്. എവിടെയാണ്? ഒരു പാർട്ടിയിൽ, അവിടെ UDF-ന് വേറെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, അവിടെയാണ് സുധീഷ് പൗണ്ടുകടവിൽ ജയിച്ചു കയറിയിട്ടുള്ളത്. ആ സുധീഷിനെ UDF സ്വതന്ത്രം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ അത് കൃത്യമായി അയാൾ പറയുന്നുണ്ട്, ഞാൻ ആദ്യം തുടങ്ങിയത് ഇടതുപക്ഷത്താണ്, പിന്നീട് കോൺഗ്രസിലായിരുന്നു, കോൺഗ്രസിലെ പ്രശ്നങ്ങൾ കാരണമാണ് ഞാൻ റിബലായി മത്സരിച്ചത്, അപ്പൊ എന്നെ നിങ്ങളാണ് UDF സ്വതന്ത്രനാക്കിയത് പറയുന്നുണ്ട്. അപ്പോ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കും ഈ കാര്യത്തിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്നലെ ഏതോ വലിയ സംഭവം, അതായത് ആലോചിച്ച് നോക്കൂ, ഒരു 1.5 മാസമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വലിയ വാദഗതികളുമായി വന്നവരുടെ മുന്നിലേക്ക് ഒന്നുമില്ല. സത്യത്തിൽ കാറ്റുപോയ ബലൂൺ പോലെ, ഒന്നും പറയാനില്ലാതെ ഇടതുപക്ഷവും വലതുപക്ഷവും വെറുതെ അവിടെ നിന്ന് പ്ലക്കാർഡൊക്കെ പിടിക്കുന്നുണ്ടെങ്കിലും, പ്ലക്കാർഡ് പിടിച്ചും ഡയസിന്റെ മുമ്പിൽ വന്ന് നമ്മുടെ മേയറുടെ ചേംബറിന്റെ മുന്നിൽ വന്ന് അവിടെ നിന്ന് കയ്യും കാലും ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും, ഡയസിന്റെ അടുത്ത് വന്ന് കയ്യും കാലും ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും വളരെ ഭംഗിയായി, ഒരു ബഹളവും ഇല്ലാതെ വളരെ കൃത്യമായി അദ്ദേഹം ഈ അവധി അപേക്ഷ അവിടെ വരികയും 51 പേർ അത് കൃത്യമായി തന്നെ 51 പേർ നിലപാടെടുക്കുകയും കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അത് പാസ്സാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ അവധിക്ക് പരോളിൽ വരാനോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പോലീസ് അകമ്പടിയോടുകൂടി കോർപ്പറേഷനിലെത്തി കോർപ്പറേഷൻ കൗൺസിലിൽ തനിക്കൊരു അവസരം നൽകണം, കോർപ്പറേഷൻ കൗൺസിലിൽ വരണം, അല്ലെങ്കിൽ അയോഗ്യത സംഭവിച്ചു പോകും എന്ന കത്ത്, അത് ആഭ്യന്തര വകുപ്പിന്റെ കത്തും കിട്ടിയിരുന്നു. ആഭ്യന്തര വകുപ്പിന്റെ കത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ കത്തിൽ വലിയ വിവാദം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾ പറഞ്ഞത് ജയിലിലെ സൂപ്രണ്ട് വഴി അവധിക്ക് അപേക്ഷ നൽകുക, ആ അവധിക്ക് അപേക്ഷ പാസ്സാകുന്ന പക്ഷം എന്ന ക്ലോസിലാണ് ആ കത്ത് നൽകിയിട്ടുള്ളത്. മാധ്യമപ്രവർത്തകരൊന്നും ഇതൊന്നും പറയില്ല. അപ്പോ ഇത് എങ്ങനെയെങ്കിലും രമേശ് ചെന്നിത്തലയെ കൂടി വലിച്ചഴച്ച് ഇതിൽ വേറെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ടുവരികാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത്, അവധിക്ക് അപേക്ഷ നിങ്ങൾ സമർപ്പിക്കൂ, ആ സമർപ്പിച്ചാൽ അവധിക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ അത് കൗൺസിലിൽ പാസ്സായാൽ നിങ്ങൾക്ക് അയോഗ്യത വരില്ല എന്ന്. ഒരു സർക്കുലർ ഇറക്കുമ്പോൾ അല്ലെ ഒരു കത്ത് നൽകുമ്പോൾ ഇങ്ങനെയല്ലേ കൊടുക്കാൻ പറ്റൂ, വേറെ എങ്ങനെയാണ് അത് കൊടുക്കാൻ പറ്റുക? അപ്പൊ അതും വിവാദമാക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ കൗൺസിലിൽ
അയോഗ്യതയില്ലാതെ ആദ്യം മുതൽ തന്നെ രാജേഷ് പറയുന്നുണ്ട്. രാജേഷ് ഒരു അഭിഭാഷകനാണ്. അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അദ്ദേഹം പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഓരോരുത്തരോടുമുള്ള പ്രവൃത്തി, ഇപ്പൊ നമുക്കറിയാം ഒരു കൗൺസിലർ രാധാകൃഷ്ണൻ കഴിഞ്ഞ സമയത്ത് അവിശ്വാസം വരും എന്ന് പറഞ്ഞ് പാറ്റൂരെ കൗൺസിലർ രാധാകൃഷ്ണനെ അവിശ്വാസം വരുമെന്ന സമയത്ത് രാധാകൃഷ്ണനോട് മാധ്യമപ്രവർത്തകർ നിരന്തരം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് അവിശ്വാസം രേഖപ്പെടുത്താത്തത്, നിങ്ങൾക്ക് അവിശ്വാസം രേഖപ്പെടുത്താനുള്ള കാര്യമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കൃത്യമായ മാനേജ്മെന്റ്, കൂടെയുള്ളവരെ ഒരുമിച്ച് ചേർത്ത് നിർത്താനുള്ള ഒരു മാനേജ്മെന്റ് വി രാജേഷിന് അറിയാം എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല അത് കാണുന്ന മറ്റൊരാൾക്ക് സ്റ്റെബിലിറ്റിയുള്ള ഒരു കോർപ്പറേഷൻ ഭരണസമിതി ഉണ്ടാകണം എന്ന ആഗ്രഹവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് സ്വതന്ത്ര കൗൺസിലർമാരും BJP-യെ ഇപ്പോ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വളരെ കൃത്യമായി തന്നെ അങ്ങനെയാണ് ഒരു ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ, അത് ഇനി രാഷ്ട്രീയത്തിലെ പാർട്ടിയുടെ പോസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ മേയർ എന്ന പോസ്റ്റ് ആണെങ്കിലും അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഈ 101 കൗൺസിലർമാരെയും ഞാൻ ഒരുപോലെ തന്നെ കൊണ്ടുപോകും എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല പല ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെല്ലാം ഒരു കൗൺസിലിൽ വരുമ്പോൾ ഈ BJP-യിൽ തന്നെ പല ഗ്രൂപ്പുകാരും ആ കൗൺസിലുണ്ട്. പക്ഷെ അവിടെ കൗൺസിലിൽ അവർ ഒറ്റക്കെട്ടാണ് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഐക്യം, അതായത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ മേയർ ആകേണ്ട സീനിയോറിറ്റി ഉള്ള പലരും അവിടെ ഉണ്ട്. ഇപ്പോ നേരത്തെ ശ്രീലേഖ അടക്കമുള്ളവരെ മേയറാക്കാനുള്ള ചില ചർച്ചകളൊക്കെ നടന്നിരുന്നു. പക്ഷെ അന്നും ഈ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് ഒരുപക്ഷെ ശ്രീലേഖയെ മേയറാക്കാൻ പറ്റാതെ പോയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരുപക്ഷെ ശ്രീലേഖ മാഡം ആയിരുന്നെങ്കിൽ ഇത്തരത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന കാര്യം സംശയമുണ്ട്. കാരണം ഏറ്റവും രാഷ്ട്രീയപരമായി ചിന്തിക്കുന്ന ആൾക്കാരുള്ള തിരുവനന്തപുരത്ത് ഒരു സാധാരണ മാധ്യമ പ്രവർത്തകർക്ക് പോലും സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. കാരണം രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം അത്രയേറെ ഉള്ളത് കൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ, കാരണം ഇടതും വലതും ചേർന്ന് വേറെ ഏതെങ്കിലും, ഇപ്പൊ വലതുപക്ഷം എന്ന് പറയുമ്പോൾ ഇടതും വലതും ചേർന്നുകൊണ്ട് അവർക്ക് രണ്ടിനും ഒരു പ്രശ്നവുമില്ല. അവർ രണ്ടുപേരും വളരെ കൃത്യമായി പരസ്പര സഹകരണം നടത്തിയാണ് മാധ്യമ പ്രവർത്തന രംഗത്തും നിൽക്കുന്നത്. നേരെ മറിച്ച് ഒരു സംഘപരിവാർ അനുകൂലി ആയതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ ഇര കൂടിയാണ്, വേട്ടയാടപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കത് കൃത്യമായി പറയാൻ കഴിയും. സംഘപരിവാർ അനുകൂലിയാണ് എന്ന് പറഞ്ഞ് കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് നമ്മൾ നിന്നാൽ നമ്മളെ മോശക്കാരാക്കി ചിത്രീകരിക്കാനും ഏതെങ്കിലും ഒക്കെ തരത്തിൽ നമുക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനും ഏതെങ്കിലും തരത്തിൽ നമ്മളെ തറ പറ്റിക്കാനുമുള്ള ശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും പല കോണുകളിൽ നിന്നും ഉണ്ടാകും. അപ്പൊ തീർച്ചയായിട്ടും ഈ കൗൺസിലും അത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, ഇപ്പൊ നമുക്കറിയാം അവിടെ കൗൺസിൽ വന്നപ്പോൾ തന്നെ സുഗതനെ അതിന്റെ പ്ലാനിങ് നടത്തി സുഗതനെ കൗൺസിലറായി മത്സരിക്കുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ പ്ലാനിങ് നടത്തിക്കൊണ്ട് കാപ്പ കേസ് ചുമത്താൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇടതുപക്ഷം ചെയ്തു വെച്ചു. വലതുപക്ഷം അതിനെ അനുകൂലമായി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരെപ്പോഴും ഒന്ന് തന്നെയാണ്. അപ്പൊ അവര് അതിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ വലിയ പ്രതിസന്ധി തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സത്യത്തിൽ ഇന്നലത്തെ എന്ത് ബഹളമായിരുന്നു മാധ്യമങ്ങളും ഒക്കെ ഉണ്ടാക്കിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവസാനം ഒന്നുമില്ല. എത്ര ഈസിയായാണ് രാജേഷ് അതിനെ ടാക്കിൾ ചെയ്ത് കൊണ്ടുപോയത് എന്നുള്ളതാണ്. ഇനിയിപ്പോ കോടതി പോയാൽ ഒരു പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇനി കോടതിയിൽ പോയാൽ പോലും അത് നിലനിൽക്കില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവരുടെ വാദങ്ങൾ, അതായത് ഈ എതിർപക്ഷക്കാരുടെ വാദങ്ങൾ ഒരു കാരണവശാലും കോടതിയിൽ പോയാൽ പോലും സുഗതന് അയോഗ്യത ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ഒന്ന് കൗൺസിലിന്റെ തീരുമാനമാണ്, രണ്ട് സ്വതന്ത്ര കൗൺസിൽ അടക്കം വോട്ട് ചെയ്തിട്ടുണ്ട്, കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, വോട്ടെടുപ്പിന്റെ മാർഗങ്ങൾ കൃത്യമായി നടത്തിയിട്ടുണ്ട്. അവധിക്ക് അപേക്ഷ നൽകുക എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നത് ആരോഗ്യപരമായ കാരണങ്ങളാൽ നൽകുന്നതാണ്, അങ്ങനെ ഒരു ക്ലോസ് ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയാണെ ഈ പാർലമെന്റിലൊക്കെ എത്രയോ പേർ കേസിൽ പ്രതികളായി ജയിലിലും ഒക്കെ ഉണ്ട്. അവരാരെങ്കിലും അയോഗ്യരാക്കിയോ? അതായത് സ്വമേധയാ വന്നാൽ മാത്രമേ അങ്ങനെ അയോഗ്യരാക്കാൻ കഴിയുകയുള്ളൂ. ഇവർ പറയുന്നത് BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലെ കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പറയുന്നതെങ്കിൽ അവിടെ ഒരു കൗൺസിലറെ അയോഗ്യനാക്കിയിട്ടുണ്ട്. ആ അയോഗ്യത വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്നാമത്തെ കൗൺസിലിന്റെ അവസാനം എത്തുമ്പോഴാണ് ഇയാൾ പോലീസ് പിടിയിലാകുന്നത്. അതുവരെ ഇയാൾ ഒളിവിലാണ്, അൺഓതറൈസ്ഡ് ആബ്സെൻസ് ആണ്. ഒളിവിലുള്ള ഒരാളെ എങ്ങനെയാണ് ഒളിവിലുള്ള ഒരാൾക്ക്, ഇപ്പൊ നിയമത്തിന്റെ മുന്നിലുള്ള ഒരാൾക്ക് നിയമത്തിന്റെ ആനുകൂല്യം കിട്ടും, ഒളിവിലുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ആ ആനുകൂല്യം കൊടുക്കാൻ കഴിയുക? രണ്ട് കൗൺസിൽ അയാൾ പങ്കെടുക്കാത്തതിന് കാരണം അയാൾ ഒളിവിലായതുകൊണ്ടാണ്. അതും SC അട്രോസിറ്റി ആക്ട്, ആ ആക്ടിൽ ഒരു ബലാത്സംഗ കേസിലെ പ്രതിയാണ്, അയാൾ ഒളിവിൽ പോകുന്നു. ആ ഒളിവിൽ പോകുമ്പോൾ രണ്ട് കൗൺസിൽ കഴിഞ്ഞു പോകുന്നു, അയാൾക്ക് ജാമ്യം ലഭിക്കുന്നില്ല. ജാമ്യം ലഭിക്കാനുള്ള ശ്രമങ്ങൾ അയാൾ നടത്തുന്നു. അപ്പോഴാണ് ജാമ്യം കുറച്ചുകാലം ഒളിവിൽ പോയതിനു ശേഷം ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. പക്ഷെ ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ് ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞാണ് അയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. അപ്പൊ അത്രയും സമയം അയാൾക്ക് കൗൺസിൽ പങ്കെടുക്കാനുള്ള സമയങ്ങളെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു. നേരെ മറിച്ച് സുഗതൻ 1-2 കൗൺസിൽ പങ്കെടുക്കാൻ സുഗതന് സുഖമില്ലാത്തത് കൊണ്ടായിരുന്നു. അത് കൃത്യമായി തന്നെ അവധിക്ക് അപേക്ഷ സുഗതൻ നൽകിയിട്ടുമുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഈ ഇടതുപക്ഷത്തിന് അനുകൂലമായി മാധ്യമങ്ങളും ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന നെറേറ്റീവുകൾ ഒരു സെക്കൻഡ് കൊണ്ട് പൊളിഞ്ഞെടുക്കുന്നതാണ് കണ്ടത്.
എന്തോ വലിയ സംഭവം തിരുവനന്തപുരം നഗരസഭയിൽ നടക്കുന്നു. ഇന്ന് BJPക്ക് നിർണായക ദിനമാണ്, അയോഗ്യത ഉണ്ടാകും, അയോഗ്യത ഭീഷണിയിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന നെറേറ്റീവ് ഒറ്റയ്ക്ക് ഒരു സെക്കൻഡോട് പൊളിഞ്ഞു വീഴുന്നു എന്നാണ് നമുക്ക് മനസ്സിലായത്. ഒന്നും സംഭവിക്കാതെ വളരെ ഭംഗിയായി രാജേഷ് ഇതിനെ ടാക്കിൾ ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളതാണ്. അതേപോലെ ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം എന്നതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമായി പക്വതയോടുകൂടി ഒരു കാര്യത്തോട് സമീപിക്കുന്ന ഇന്ന് വരെ രാജേഷിനെ നമ്മളാരും ദേഷ്യപ്പെട്ടു പോലും കണ്ടിട്ടില്ല. എങ്ങനെയാണ് അങ്ങനെ ആവാൻ കഴിയുന്നത് എനിക്കറിയില്ല. ഒരു കാര്യത്തിലും എന്തൊക്കെ ബഹളം ഇവരുണ്ടാക്കിയാലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന രാജേഷിനെയാണ് കാണുന്നത്. ഒരു വലിയ ടാസ്കാ കേട്ടോ. അങ്ങനെ ഇത്രയും പ്രകോപനം ഇവരുണ്ടാക്കുമ്പോഴും ആ ബഹളം ഉണ്ടാക്കുമ്പോഴും പ്രകോപനം ഉണ്ടാക്കുമ്പോഴും ഒന്നും രാജേഷ് അതിന് ഒരു തരത്തിലുള്ള വിലയും കൊടുക്കാതെ കൃത്യമായി തന്നെ ആ ബഹളം അവിടെ ഉണ്ടാകുന്നു, അതിന്റെ കാരണങ്ങൾ രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ സ്വന്തം കാര്യങ്ങൾ കൃത്യമായി നടത്തേണ്ട കാര്യങ്ങൾ നിയമപരമായി തന്നെ നടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ മിക്കവാറും 90% ഞാൻ മനസ്സിലാക്കുന്നത് കാപ്പ കേസിൽ പ്രതിയായവർക്ക് കാപ്പ ബോർഡ് അവരുടെ റിവ്യൂ നിഷേധിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാമെന്നുള്ളതാണ്. സുഗതൻ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കാപ്പ റിവ്യൂ ചെയ്യാനുള്ള ഒരു കാര്യം ഉണ്ടാകും, അത് റിവ്യൂ ചെയ്യാനുള്ള ശ്രമം ഉണ്ടാകും എന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാപ്പ റിവ്യൂ ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് കോടതിയിൽ എത്തുമ്പോൾ ഇത് രാഷ്ട്രീയ വിരോധം കൊണ്ട് ചെയ്തതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ സിംഗിൾ ബെഞ്ചിൽ വന്നപ്പോൾ ജാമ്യം കൊടുത്തില്ല, അല്ലെങ്കിൽ ഈ ജാമ്യം കൊടുക്കാനുള്ള ശ്രമം ഉണ്ടായില്ല, അല്ലെങ്കിൽ സത്യപ്രതിജ്ഞയ്ക്ക് ജാമ്യം കൊടുത്തില്ല, അതുകൊണ്ട് കോടതി ശരിവെച്ചു എന്നൊക്കെയാണ് ശബരിനാഥൻ പറഞ്ഞത്. ശബരിനാഥൻ ഒരു ഇച്ചിരി കാലം ഒരു 6 മാസമേ ആയിട്ടുള്ളൂ അഭിഭാഷകനെ എൻറോൾ ചെയ്തത്. അതുവരെ MBA കാരനൊക്കെ ആയിരുന്നു. പക്ഷെ ബേസിക് നിയമം അറിയാൻ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ പഠിച്ചാൽ മാത്രം മതി. അപ്പോ മാധ്യമപ്രവർത്തകരൊക്കെ അത് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എത്ര മാധ്യമപ്രവർത്തകരാണ് കാസ്റ്റിംഗ് വോട്ടിനെ പറ്റിയോ അല്ലെങ്കിൽ എന്തിനെ പറ്റിയോ പറഞ്ഞിട്ടുള്ളൂ? ആരും പറഞ്ഞിട്ടില്ല. ഇന്നലെ നമ്മൾ മാത്രമാണ് ആകെ കാസ്റ്റിംഗ് വോട്ട് ചെയ്യാൻ സാധിക്കും, കാസ്റ്റിംഗ് വോട്ട് ചെയ്യും, അത് അങ്ങനെയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ആരും അത് പറഞ്ഞിട്ടില്ല. അപ്പൊ മുഖ്യധാര മാധ്യമങ്ങൾ പോലും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി റിപ്പോർട്ട് ചെയ്താൽ കുറച്ചുകൂടി മാന്യമായി റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ കാപ്പ ബോർഡിലേക്ക് വരുമ്പോൾ അത് സിംഗിൾ ബെഞ്ചിൽ റിവ്യൂ ചെയ്യാൻ കഴിയില്ല, സിംഗിൾ ബെഞ്ചിന് ജാമ്യം അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് സിംഗിൾ ബെഞ്ചിൽ നിന്നും അവിടെ തന്നെ കോടതിക്കകത്ത് ജയിലിനകത്ത് വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യണം ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത്. സർക്കാരും പറഞ്ഞു അതുപോലെ അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചത്. അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ ഡിവിഷൻ ബെഞ്ച് അത് BJPയുടെ ഒരു തന്ത്രമായിരുന്നു. അവിടെയാണ് ആ ലീഗലി ബുദ്ധിയും ബോധവും ലീഗൽ അറിവുമുള്ളവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ഇത് സിംഗിൾ ബെഞ്ചിലേക്കല്ല ഡിവിഷൻ ബെഞ്ചിലേക്കാണ് പോകേണ്ടതെന്ന് BJPക്ക് അറിയുമ്പോഴും അവർ സിംഗിൾ ബെഞ്ചിലേക്ക് പോയത്. ആ ബെഞ്ചിൽ തന്നെയാണ് മറ്റുള്ളവരെയും സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള വിധി ഉണ്ടായത്. അവിടെ തന്നെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ആളെ കൂടി സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കേണ്ടത് ഹൈക്കോടതി ബെഞ്ചിന്റെ കടമയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതും. അപ്പോ അടുത്തത് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോവുകയാണ്. ഡിവിഷൻ ബെഞ്ചിൽ പോകുമ്പോൾ ഒന്നുകിൽ ഇത് കാപ്പ റിവ്യൂ ചെയ്താൽ ജാമ്യം കിട്ടും, സുഗതന് നാട്ടിലേക്ക് വരികയും ചെയ്യാം. അപ്പോഴും സുഗതന് ഈ പിന്നീട് കൗൺസിലിൽ പങ്കെടുക്കാനും സാധിക്കും. ചിലപ്പോൾ ഒരു 10-15 ദിവസത്തിനകം സുഗതൻ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. ഈ കേസ് എടുക്കുന്ന അനുസരിച്ച് സുഗതൻ പുറത്തു വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇനി കാണാൻ പോകുന്നത് ശബരിനാഥൻ ഇപ്പോൾ തന്നെ എല്ലാ ദിവസവും തിരിച്ചടികളാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആദ്യം ശബരിനാഥൻ ബഹളം ഉണ്ടാക്കി, ആ ബഹളം കഴിഞ്ഞ് സുഗതനെ കയറ്റില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വെള്ളം കോരി ഒഴിച്ച് നാടകം, സ്ത്രീകളുടെ ഇടയിൽ നിന്നുള്ള ഒരു നാടകം നമ്മൾ കണ്ടു, അവിടെയും തേഞ്ഞൊട്ടി. അപ്പൊ അടുത്തത് ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുകയാണെന്നൊക്കെയാണ് ചില മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുന്നത്. സ്ത്രീകളെ എല്ലാം അടുത്ത് നിർത്തിയിട്ട് അതിനകത്ത് കയറി നിന്ന് ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു ശബരിനാഥനെയാണ് നമ്മൾ കാണുന്നത്. അതാണ് പറയുന്നത് മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോ ജനാധിപത്യം ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്നാണ് പറയുന്നത്. ഏതായാലും ശബരിനാഥൻ വീണ്ടും തിരിച്ചടി പറ്റിയിരിക്കുന്നു. ഇന്നലെ ആഭ്യന്തര വകുപ്പിന്റെ കത്ത് കിട്ടിയതോടെ ശബരിനാഥൻ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു അന്താളിപ്പിലായിപ്പോയി. എങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള ശ്രമമൊക്കെ ശബരിനാഥൻ നടത്തി, പക്ഷെ ഒന്നും നടന്നില്ല. നേരെ മറിച്ച് ദീപക്കാണെങ്കിൽ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞാൽ ദീപക്കിന്റെ വഴിക്ക് പോയി. കാരണം മനസ്സിലായി ഇവർക്കറിയാം യഥാർത്ഥത്തിൽ ഇതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് അറിയാം. പിന്നെ ഒരു ബഹളമൊക്കെ ഉണ്ടാക്കി എങ്ങനെങ്കിലും അട്ടിമറിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു നോട്ടമാണ് അവരൊക്കെ നോക്കുന്നത്. പക്ഷെ ഒന്നും സംഭവിക്കില്ല. 5 വർഷവും കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP തന്നെ ഭരിക്കും. അതിനുശേഷവും വർഷങ്ങളോളം, അതായത് ഗുജറാത്തൊക്കെ നരേന്ദ്രമോദി ഭരിച്ചതുപോലെ 3-4 ടേം ഗുജറാത്ത് നരേന്ദ്രമോദിയാണ് ഭരിച്ചിരുന്നത്. അതുപോലെ കേന്ദ്ര സർക്കാർ ഇപ്പൊ 3 ടേം കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ടേമിലും കേന്ദ്ര സർക്കാർ BJPയുടെ തന്നെയാകും. അങ്ങനെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇനി അടുത്ത കാലത്തൊന്നും ഇവരാരും നോക്കണ്ട. ആരും അതിനുള്ള ശ്രമം നടത്തിയാലും അത് ഫലിക്കില്ല എന്ന് വളരെ കൃത്യമായി രാജേഷിന്റെ പ്രവൃത്തിയിലൂടെ
തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോ നരേന്ദ്രമോദിയെ കേന്ദ്ര സർക്കാരും ഇന്ത്യയിലെ ജനങ്ങളും ഒരു അഭയമായി കാണുന്ന പോലെ തന്നെ തിരുവനന്തപുരത്തെ ജനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മേയർ എന്ന രീതിയിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയെക്കാൾ ഉപരി വി ഡി സതീശനേക്കാൾ ഉപരി വാർത്തകളിൽ ഇടം നേടുന്നത് വി ഡി സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയെക്കാളും ഒക്കെ വാർത്തകളിൽ ഇടം നേടുന്നത് ഇപ്പോ വി രാജേഷാണ്. തിരുവനന്തപുരത്ത് ഒരു കോർപ്പറേഷൻ ഉണ്ടെന്നും തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ ആരെന്നും ചോദിച്ചാൽ കേരളത്തിലെ ഏത് ചെറിയ കുട്ടിക്കും പറയാൻ സാധിക്കും. ഒരുപക്ഷെ മുഖ്യമന്ത്രിയെയോ ആഭ്യന്തരമന്ത്രിയോ ചോദിച്ചാൽ അത് അറിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ സുഗതൻ ആരാണെന്ന് ചോദിച്ചാൽ കേരളം മൊത്തം അറിയുന്ന ഒരു രാഷ്ട്രീയ നേതാവാക്കി നിങ്ങൾ സുഗതനെ വളർത്തിയെടുത്തു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ മാധ്യമപ്രവർത്തകരായ നമ്മളെ പോലും ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല. പക്ഷെ സുഗതനെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയുന്ന രീതിയിലേക്ക് ഒരു കേരളം മുഴുവൻ അറിയുന്ന അല്ലെ ഇന്ത്യ മുഴുവൻ അറിയുന്ന ലോകം മുഴുവൻ അറിയുന്ന ഒരാളാക്കി സുഗതനെ മാറ്റി എന്നുള്ളതാണ് സുഗതന്റെ കാപ്പ കൊണ്ട് സുഗതൻ ഉണ്ടായ ഗുണം. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർ ശ്രീലേഖയ്ക്ക് പകരം എന്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് വി രാജേഷിനെ തിരുവനന്തപുരം നഗരസഭയുടെ താക്കോൽ ഏൽപ്പിച്ചത് എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു അല്ലേ? തീർച്ചയായും അതാണ് നമുക്ക് വ്യക്തമാകുന്നത്. ശ്രീലേഖ മാഡത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഒക്കെ ഉണ്ടെങ്കിലും രാഷ്ട്രീയക്കാരോട് പിടിച്ചു നിൽക്കാൻ ഒരുപക്ഷെ അവർക്ക് കഴിയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, അവർ ജോലി ചെയ്ത രീതി അറിയാമല്ലോ. ഈ പോലീസ് ഓഫീസേഴ്സ് ഒക്കെ എന്ന് വെച്ചാൽ അവർ കമാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപക്ഷെ തിരിച്ചിങ്ങോട്ട് പറയുന്നതോ അല്ലെങ്കിൽ അതിന്റെ ഒരു രാഷ്ട്രീയ ഗതിവിഗതികളോ എങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയത്തിൽ തന്ത്രവും കുതന്ത്രവും മെനയുന്നതെന്നൊന്നും ശ്രീലേഖ മാഡത്തിന് അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായേനെ എന്നാണ്. മാത്രമല്ല വളരെ മോശമായ രീതിയിൽ ട്രോളുകൾ കൊണ്ടും ഒക്കെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായേനെ. അത് ഒരു നല്ല തീരുമാനമായിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വി രാജേഷ് അത് ഭംഗിയായി കൊണ്ടുപോകുന്നുമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും വി രാജേഷിന് വിശ്രമിക്കാൻ സമയമായിട്ടില്ല. കാരണം നമ്മുടെ ഈ കൗൺസിലറെ എത്രയും പെട്ടെന്ന് സുഗതനെ എത്രയും പെട്ടെന്ന് തന്നെ കുറ്റവിമുക്തനാക്കി പുറത്തിറക്കാനുള്ള അടുത്ത നിർണായക നീക്കങ്ങളിലാണ് വി രാജേഷ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. എന്തായാലും നന്ദി, നമസ്കാരം.